എല്ലാവർക്കും ലോയൽ ബില്യനർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് നോക്കാം. ഇന്ന് എന്തൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. മൂന്നാമത്തെ ദിവസവും ഇന്ത്യൻ ഓഹരി വിപണിയിൽ ലാഭക്കച്ചവടമാണ് ഉണ്ടായത്. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ പ്രകടനവും ഫിനാൻഷ്യൽ, മെറ്റൽ ഓഹരികളിലുണ്ടായ റാലിയുമാണ് വിപണിയെ ഇന്ന് ലാഭത്തിലാക്കിയത്. അമേരിക്കൻ ഡോളറിൻ്റെ വിലയിടിഞ്ഞതും മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായതും വിപണിക്ക് തുണയായി. കൂടാതെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞതും ഇന്ത്യയിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം എത്തിക്കുമെന്ന പ്രതീക്ഷ സജീവമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ കമ്പനികളുടെ പ്രവർത്തന ഫലം മികച്ചതാക്കുമെന്ന പ്രതീക്ഷയും നിക്ഷേപകരുടെ പ്രതീക്ഷ ഉയർത്തി. മുഖ്യ ഓഹരി സൂചികയായ സെൻസെക്സ് 1000 പോയിന്റുകൾ ഉയർന്ന് 83,755.87 എന്ന നിലയിലെത്തി. നിഫ്റ്റി 50 304.25 പോയിന്റുകൾ ഉയർന്ന് 25,549 എന്ന നിലയിലാണ് വ്യാപാരം നിർത്തിയത്. നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സ് 1.59%, നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സ് 0.42% ഉയർന്നു. ഇൻഡെക്സിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT, മീഡിയ, റിയാലിറ്റി എന്നിവ ഒഴിച്ചുള്ള മേഖലകളെല്ലാം ലാഭത്തിലാണ്. മീഡിയ, റിയാലിറ്റി എന്നിവ 1% വീതമാണ് നഷ്ടം നേരിട്ടത്. എന്നാൽ നിഫ്റ്റി മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഫിനാൻഷ്യൽ സർവീസ്, ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക് എന്നീ മേഖലകൾ മികച്ച നേട്ടമുണ്ടാക്കി. ദിവസങ്ങൾ നീണ്ട ആകാശയുദ്ധത്തിന് ശേഷം ഇസ്രയേലും ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. 2 ദിവസമായി ഇതിൽ ലംഘനമുണ്ടായെന്ന വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ അടുത്ത ആഴ്ചയിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇതോടെ മേഖലയിലെ സമാധാനം കൂടുതൽ കാലത്തേക്ക് നീണ്ടുനിൽക്കുമെന്ന പ്രതീക്ഷയേറി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെയും മുതിർന്ന സൈനിക നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് ജൂൺ 12-നാണ് ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിൽ ഇറാനും പ്രത്യാക്രമണം ആരംഭിച്ചതോടെ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്കയും ശക്തമായി. ഇതിനിടയിൽ ഇറാനിൽ USഉം ആക്രമണം നടത്തിയിരുന്നു. US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണം രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അമേരിക്കൻ ഡോളർ 3 വർഷത്തെ താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയത്. അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ സ്വതന്ത്ര പ്രവർത്തനത്തെ സ്വാധീനിക്കുമെന്ന ആശങ്കയാണ് കാരണം. സർക്കാർ കടമെടുപ്പിന്റെ ഭാരം ചെറുതാക്കാൻ പലിശ നിരക്ക് കുറയ്ക്കണമെന്ന് ട്രംപ് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിക്കാത്തതോടെ ജെറോം പവലിനെ ട്രംപ് സ്ഥാനത്തു നിന്നും മാറ്റുമെന്നാണ് വിവരം. കഴിഞ്ഞ 3 ദിവസങ്ങളായി വിദേശ നിക്ഷേപകർ ഓഹരികൾ വിറ്റൊഴിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ നിക്ഷേപകർ ഓഹരി വാങ്ങിക്കൂട്ടിയതോടെയാണ് ഓഹരി സൂചിക ലാഭത്തിലായത്. ജൂൺ മാസത്തിൽ മാത്രം വിദേശ നിക്ഷേപകർ 5,670 കോടി രൂപയുടെ ഓഹരികൾ വിറ്റെന്നാണ് കണക്ക്. സമാന കാലയളവിൽ പ്രാദേശിക ഇന്ത്യൻ നിക്ഷേപകർ വാങ്ങിക്കൂട്ടിയത് ഏകദേശം 70,000 കോടി രൂപയുടെ ഓഹരികളാണെന്നും കണക്കുകൾ പറയുന്നു. ഇനി ടോപ്പ് ഗെയിനേഴ്സും ലോസേഴ്സ് നോക്കുമ്പോൾ ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ഇന്ത്യ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, അദാനി പവർ, ശ്രീറാം ഫിനാൻസ്, ശ്രീ സിമൻസ് എന്നിവയാണ് ഇന്ന് മികച്ച നേട്ടമുണ്ടാക്കിയ 5 ഓഹരികൾ. ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിലായതോടെ ഇന്നും പ്രതിരോധ ഓഹരികൾ നഷ്ടത്തിലാണ്. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സും കൊച്ചിൻ ഷിപ്പ്യാർഡും ഇന്നത്തെ നഷ്ടക്കണക്കിൽ മുന്നിലുണ്ട്. UPL, കോൾഗേറ്റ് പാൽമോലിവ്, KPIT ടെക്നോളജീസ് എന്നീ കമ്പനികളുടെ ഓഹരികൾ ഇന്ന് നഷ്ടത്തിലാണ്. ഇനി കേരള കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ശതമാനക്കണക്കിൽ ഇന്ന് ഏറ്റവും മുന്നേറ്റമുണ്ടാക്കിയ കേരള കമ്പനി റഫ് ബില ഇന്റർനാഷണൽ ആണ്. മുത്തൂറ്റ് മൈക്രോഫിൻ 5.87% നേട്ടമുണ്ടാക്കി. സെല്ല സ്പേസ്, ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഇൻഡസ്ട്രേറ്റ് ക്യാപിറ്റൽ, കല്യാൺ ജ്വല്ലേഴ്സ്, കിറ്റെക്സ് ഗാർമെന്റ്സ്, പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസസ്, പ്രൈമ ഇൻഡസ്ട്രീസ്, വി-ഗാർഡ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികളും ഇന്ന് മികച്ച നേട്ടമുണ്ടാക്കി. ലോവർ സർക്യൂട്ടിലെത്തിയ പോപ്പീസ് കെയർ, ഈസ്റ്റേൺ ട്രെൻഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, സ്റ്റൈൽ ഹോൾഡിംഗ്സ്, TCM തുടങ്ങിയ കമ്പനികളാണ് ഇന്നത്തെ കേരള കമ്പനികളുടെ നഷ്ടക്കണക്കിൽ മുന്നിലെത്തിയത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്